അപ്പോൾ ലാലേട്ടൻ്റെ പുതിയ പടമായിട്ടുള്ള മാലൈക്കോട്ട് വാലിബന് നല്ല പോസിറ്റീവായിട്ടുള്ള നല്ല കിടുക്കൻ റിവ്യൂസ് ആണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഞാനിത് ഓൾറെഡി പ്രഡിക്റ്റ് ചെയ്തതാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ ദിവസം ഒരു ചെറിയൊരു ബഹിഷ്കരണവും പരിപാടിയും എല്ലാം ചില ആളുകളുടെ ഭാഗത്ത് നിന്ന് വന്നായിരുന്നു. അവരെന്തൊക്കെ ബഹിഷ്കരിക്കുന്നു അതെല്ലാം ഹിറ്റാണ്. എനിക്ക് ഒരഭിപ്രായം ഇവരോട് പറയാനുള്ളത്, നിങ്ങൾ മലയാളത്തിലെ എല്ലാ സിനിമകളും ബഹിഷ്കരിക്കാനും അതിനെതിരെ നിങ്ങൾ പ്രവർത്തിക്കണം. അങ്ങനെ മലയാളത്തിൽ ഇപ്പോൾ ഉള്ള ഒരു പ്രതിസന്ധി ഉണ്ടല്ലോ, നല്ല നല്ല സിനിമകൾ കിട്ടാത്ത ഈ ഫ്ലോപ്പ് അടിച്ച് നിൽക്കുന്ന നടന്മാരുടെ സിനിമകൾ പ്രത്യേകിച്ച്, അതിനെ നിങ്ങൾ നന്നായിട്ട് ബഹിഷ്കരിക്കണം. എന്നാൽ അവരെങ്കിലും രക്ഷപ്പെടട്ടെ എന്ന് പറഞ്ഞിട്ടാണ്. എന്തായാലും സന്തോഷം, കുറേ നാളുകൾക്ക് ശേഷമാണ് ലാലേട്ടൻ്റെ നല്ലൊരു കിടിലൻ സിനിമ വീണ്ടും വരികയാണ്. അപ്പോൾ എല്ലാവരും തിയേറ്ററിൽ പോയി തന്നെ കാണുക. ഇവിടെ വന്നിട്ടില്ല, വന്ന ഉടനെ കാണുന്നതായിരിക്കും. ഇത്രയും നാളും ഇത് ഞങ്ങളുടെ സ്വന്തം ലാലേട്ടനാണെന്ന് പറഞ്ഞ് പൊക്കിക്കൊണ്ട് നടന്ന ആളുകളാണ്. ഒറ്റ ദിവസം കൊണ്ട് അദ്ദേഹം കുറച്ച് പോസ്റ്റുകൾ ചെയ്തില്ല, ഒരിടത്ത് പോയില്ല എന്നുള്ള ഒറ്റൊരു കാരണം കൊണ്ട് അദ്ദേഹത്തിനെ പെട്ടെന്ന് ഇപ്പോൾ കമ്മിയാക്കണോ, സുഡാപ്പിയാക്കണോ, കൊങ്ങിയാക്കണോ, അവർ ഭയങ്കര ഒരു കൺഫ്യൂഷനിലാണ്. അവരവിടെ ചെയ്തുകൊണ്ടിരിക്കട്ടെ, എന്തായാലും നല്ലത് തന്നെ. പക്ഷേ ഇപ്പോൾ കുറച്ച് ആളുകളെ, പുതുതായിട്ട് കുറേ ആളുകളുടെ ഒരു ലിസ്റ്റൊക്കെ കുറേ ആളുകൾ ഷെയർ ചെയ്ത് കണ്ടിട്ടുണ്ട്. അപ്പോൾ ആ ലിസ്റ്റിലുള്ള ആളുകളെ പറ്റി എനിക്ക് പറയാനുള്ളത്, അവർ ജീവിക്കാൻ പഠിച്ച ആളുകളാണ്. അവർ മതം വിറ്റ് ജീവിക്കാനായിട്ടല്ല, അവരുടെ പ്രൊഫഷന് വേണ്ടിയിട്ടാണ് അവരവിടെ വന്നതെന്ന് കോമൺ സെൻസ് ഉള്ള എല്ലാവർക്കും മനസ്സിലാവും. എന്തായാലും ലാലേട്ടാ, ഓൾ ദി ബെസ്റ്റ്. ഇനിയും വരുന്ന സിനിമകളൊക്കെ അടിച്ചു പൊളിക്കട്ടെ.